കാണുന്ന വീടിന്റെ ആർക്കിടെക്റ്റ് ആണ് ജാക്സൺ. അഭിലാഷ് ആണെങ്കിൽ ഈ വീടിന്റെ ഓണറും. പക്ഷേ ആർക്കിടെക്റ്റ് ഓണർ എന്നതിലുപരി ഇവർ തമ്മിൽ വേറൊരു അഭേദ്യമായ ബന്ധമുണ്ട്. പറമ്പിൽ ക്രിക്കറ്റ് കളിച്ചുണ്ടായ ബന്ധമാണെന്നാണ് ഞാൻ ഇടയ്ക്ക് കേട്ടത്. പക്ഷെ അവരുടെ കുട്ടിക്കാലത്തുള്ള ആ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും റീബൗണ്ട് ആയത് ഈ വീടിന് തറക്കല്ലിട്ടപ്പോൾ മുതലാണ്. ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു. പക്ഷെ ആ വീട് ജാക്സന് തന്നെ കൊടുക്കണമെന്നുള്ള തീരുമാനം എപ്പോഴാണ് എടുത്തത്? ജാക്സനായിട്ട് അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചല്ല. ആദ്യം ഞാൻ ഒരു വീട് വെക്കാൻ പ്ലാൻ ചെയ്തപ്പം ഗ്രാജുവലി എല്ലാവരും നാട്ടു നടപ്പ് പോലെ ഒരു സിവിൽ എഞ്ചിനീയറിന്റെ അടുത്താണ് പോയത്. പക്ഷെ അന്ന് പോയി വരയ്ക്കാൻ പറഞ്ഞു, ഒരു പ്ലാൻ വരച്ചു. ഞാൻ പറഞ്ഞു ഇതല്ല എനിക്ക് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാനത് എനിക്ക് ഫെഡപ്പ് ആയിട്ട് ഞാൻ അതങ്ങ് നിർത്തുകയാണ് ചെയ്തത്. ലാസ്റ്റാണ് എൻ്റെ ഒരു കൊലീഗ് പറയുന്നു, ഇതേപോലെ എന്തായാലും വീട് വെക്കണമെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ വെച്ചിട്ട് തന്നെ ചെയ്യ്, അത് എക്സ്പെൻസ് ആയിട്ട് നീ നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പരിചയത്തിലുള്ളൊരു ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ജാക്സൺ ആയിരുന്നു. മീൻസ് ആർക്കിടെക്റ്റ് എന്നുള്ള പരിചയമല്ല, എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. അങ്ങനെ ജാക്സനായിട്ട് പോയി ഒന്ന് ബന്ധപ്പെടുകയും ജാക്സനാണ് ഈ വീടിൻ്റെ ഡിസൈന് ചെയ്തത്. ഇവന് ഇനിഷ്യലി പറഞ്ഞപ്പോ ഇവന്റെ ഒരു പ്ലാൻ ഉണ്ട് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പ്ലാൻ ഉണ്ടെന്ന് കേട്ടപ്പോഴേ യൂഷ്വലി നമുക്കൊരു കംപ്ലീറ്റ് സ്പേസ് കിട്ടാതെ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങനെ ഇന്റർവെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ആ സ്പേസും ഇവർക്ക് വേണ്ട റിക്വയർമെന്റ് കേട്ട് അതിനെ കളക്റ്റീവ്ലി കൊണ്ടുവരാൻ വേണ്ടിയുള്ള സ്പേസ് വേണം. ബഡ്ജറ്റ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, നിനക്ക് ആവശ്യമുള്ളത് നീ അതിൽ നിന്ന് എടുത്തിട്ട് ബാക്കിക്കുള്ളതിന് വീട് വെച്ചാൽ മതി. അതെനിക്ക് വേറെ സർപ്രൈസിങ് നിനക്ക് ഇഷ്ടമുള്ള കാശ് നീ എടുത്തു, എനിക്ക് ബാക്കി വീട് വെച്ചതാണ്. ജാക്സൺ അതിന് വേണ്ടി ഓൾമോസ്റ്റ് ഒരു 3 months വീട്ടിൽ സ്പെൻഡ് ചെയ്തു. വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഡെയിലി റുട്ടീൻ എന്താണ്. ബേസിക്കലി രണ്ട് ഘടകമാണ് ഡിസൈനിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. ഒന്ന് ക്ലയന്റ് ആരാണ്, രണ്ട് കോണ്ടെക്സ്റ്റ് സൈറ്റ് എങ്ങനെയാണെന്നുള്ളത്. ഈ രണ്ട് കാര്യം എങ്ങനെ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നു അതായിരിക്കും. കുറച്ചൊക്കെ നമ്മൾ ആർക്കിടെക്റ്റിന് വിശ്വസിച്ച് വീട് കൊടുത്താലേ വീടാവുള്ളൂ, ഇല്ലാണ്ട് അത് വീടാവൂല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.